അപ്പം ഗസ് ഇന്നും കാണിക്കായിരുന്നു ഗസ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ എഫ് സിന്റെ സൂപ്പർ കപ്പിലെ മാച്ചും കാണിക്ക് വരുന്നത് ഗസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രാജസ്ഥാൻ എഫ് സിന്റെ ആദ്യത്തെ മാച്ചും കാണിക്കുകയാണ് ഇത് ഗസ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഊമ്പിയ മത്സരമാണ് ഗസ് ഇന്ന് കാഴ്ചവെച്ചത് ഗസ് ഒരു തരത്തിലെ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടായില്ല. കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ സീസണും വളരെ പോക്കാണ് ഈ കളി ഗൈസ്. ഇപ്പം കഴിഞ്ഞ കളി ഞാൻ കണ്ടായിരുന്നു ഗൈസ്. വളരെ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്ലേയേഴ്സിൽ നിന്നും ഉണ്ടായത്. കുറേ അറ്റംപ്റ്റ്സ് ഗൈസ് ഗോളാക്കാതെ വിട്ടു ഗൈസ്. അതേ എന്നാ രാജസ്ഥാൻ വെച്ച് നോക്കുമ്പോൾ ഗൈസ് അവർ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല നിരവധി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഗൈസ്. ജസ്റ്റ് മിസ് വരെ പോയി, ഗോൾ ആയില്ല വരെ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തിന് അത്രക്കൊന്നും ഇമ്പാക്റ്റ് ഉണ്ടായില്ല ഗൈസ്. അത് മാത്രമല്ല രാജസ്ഥാൻ എഫ് സി 10 പേരായി ചുരുങ്ങിയാണ് ഈ മാച്ച് കളിച്ചത്. എന്നിട്ട് പോലും ഒരു വലിയൊരു നല്ല പ്രകടനമൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായില്ല. അവസാനം 87-ാം മിനിറ്റിൽ കോൾഡ് ഓബിയേറ്റിന്റെ ഹെഡർ ഗോളിൽ ഏകപക്ഷീയ ഒരു ഗോൾ നമ്മൾ ജയിച്ചു ഗൈസ്. ആ ഹെഡർ ഗോൾ എന്തോ ഭാഗ്യത്തിന് വന്നാൽ ഞാൻ പറയും. അതിനുശേഷം പിന്നെ ആ 87-ാം മിനിറ്റിലെ ഗോളിന് ശേഷം ഗൈസ് നിരവധി ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ കണ്ടു. അതിനുശേഷം ശരിക്കും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കണ്ടത്. അതിനുശേഷം കുറച്ചും കൂടി ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കുറേ ഷോട്ട്സ് ഒക്കെ ക്രോസ് ബാർ ഒക്കെ തട്ടി തെറിക്കുന്നതൊക്കെ കണ്ടു. ഈ മാച്ചിനെ വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാൻ എഫ് സി തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്നായി കളിച്ചത് കേസ്. എന്തായാലും ഇതേ മത്സരം തന്നെ തുടർന്നെങ്കിൽ അടുത്ത നമ്മൾ ഏറ്റവും കൂടുതൽ 2 എതിരാളികൾ, ഒന്ന് മുംബൈ സിറ്റി എഫ് സി, ഒന്ന് ഡൽഹി കാണിക്കാണ് സ്പോർട്ടിങ് ഡൽഹി, എങ്ങനെയാണ് ഇപ്പോൾ ഡൽഹിന്റെ പേര്. എന്തായാലും അടുത്ത മത്സരം നല്ല പ്രകടനം വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗേസ്. എന്തായാലും ഇങ്ങനെ തന്നെ കളിച്ചില്ലെങ്കിൽ ഗേസ് നമ്മൾ ഫൈനലിൽ പോയിട്ട് സെമി ഒന്നും കേരളം ഉണ്ടാവില്ല ഗേസ്. ഓക്കെ, ഇനി അടുത്ത മത്സരമൊക്കെ നല്ല പ്രകടനം കാണിക്കുമെന്ന് വിചാരിക്കുന്നു ഗേസ്. ഒരു KBF ഫാനായതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത മത്സരം കാണാം. നല്ലൊരു പ്രകടനം ആവട്ടെ. അടുത്ത മത്സരം നവംബർ 3 മറ്റേ ഇവരൊപ്പരം ആരപ്പുറം ഡൽഹിനൊപ്പുറം കഴിക്കുകയാണ്. അവർ നല്ല ടീം രാജസ്ഥാൻ എഫ് സിനെ വെച്ച് നോക്കുമ്പോൾ ജയിച്ചാൽ കൊള്ളാം.